friends, today we are going to study the first chapter from science, that is crop production and management. Let's start. Paheli and Bujo went to their uncle's house during the summer vacation. Their uncle is a farmer. One day they saw some tools like kurpi, sickle, shovel, plow, etc. in the field. Bujo got a doubt. I want to know where and how we use these tools. പഹേലിയും ബൂജോയും അവരുടെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് സമ്മർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ പോയി. അവരുടെ അങ്കിൾ ഒരു ഫാർമറാണ്. അവർ ഫീൽഡിൽ കുറേ ടൂൾസ് കണ്ടു. അപ്പോൾ ബൂജോവിനൊരു ഡൗട്ട് തോന്നി. ഈ ടൂൾസൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ ഈ ടൂൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്? ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ്. ഈ കാണുന്നതാണ് കുറുപ്പി. ഒരു ചെറിയ ടൂളാണ്. മണ്ണൊക്കെ ഇളക്കാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് ഇത്. ഈ കാണുന്നതാണ് സിക്കിൾ. നമുക്കറിയാം, വളരെ ഫെമിലിയറാണിത്. അരിവാൾ. പുല്ലൊക്കെ വെട്ടാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ടൂളാണ് ഷോവൽ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മണ്ണ്, സിമൻറ്റ് അല്ലെങ്കിൽ വല്ല വസ്തുക്കളും കോരിയെടുക്കാനാണ് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യാറ്. ഇതാണ് പ്ലോ. പ്ലോ മീൻസ് കലപ്പ. വയലുകളൊക്കെ ഉഴുതുമറിക്കാനാണ് ഈ പ്ലോ യൂസ് ചെയ്യുന്നത്. യു ഹാവ് ലേൺ ദാറ്റ് all living organisms require food. Plants can make their food themselves. Can you recall how green plants synthesize their own food? Animals, including humans, cannot make their own food. So, where do animals get their food from? We all know that all living organisms require food. എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും സർവൈവലിൻ്റെ ബേസിക് റിക്വയർമെൻ്റാണ് ഫുഡ്. പ്ലാന്റ്സ് സെൽഫായിട്ട് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യും. നമ്മൾ മുൻപ് തന്നെ പഠിച്ച ഒരു കാര്യമാണ്. പ്ലാന്റ്സ് പ്രൊഡ്യൂസ് their own food by the process known as photosynthesis. ഹ്യൂമൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആനിമൽസിന് സെൽഫായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. Then where do animals get their food? But first of all, why do we have to eat food? Actually, why we are eating food? എന്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? You already know that energy from the food is utilized by organisms for carrying out their various body functions such as digestion, respiration and excretion. We get our food from plants or animals or both. നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. റെസ്പിറേഷൻ, ഡൈജഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഈ ഫങ്ഷൻസൊക്കെ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ വി ഹാവ് ടു ഈറ്റ് ഫുഡ്. നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം. കാരണം ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്ക് എനർജി ഉണ്ടാകും. ദെൻ ഓൺലി നമ്മുടെ ബോഡിയിൽ ഫങ്ഷൻസൊക്കെ പ്രോപ്പറായി നടക്കുകയുള്ളൂ. ഈ ഫുഡ് നമുക്ക് പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും ആകാം. Again, our Bujo got doubt. Since we all need food, how can we provide food to a large number of people in our country? നമുക്കെല്ലാവർക്കും ഫുഡ് വേണം. സോ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക? Then Paheli said, food has to be produced on a large scale. പഹേലി പറഞ്ഞു, ഫുഡ് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. In order to provide food for a large population, regular production, proper management and distribution is necessary. ഇത്രയും ലാർജ് പോപ്പുലേഷന് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. റെഗുലർ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ നടക്കണം. 2. പ്രോപ്പർ മാനേജ്മെൻറ്റ്. ഈ പ്രൊഡ്യൂസ് ചെയ്ത ധാന്യങ്ങൾ, വീറ്റ്, ഇതൊക്കെ നല്ല രീതിയിൽ സേവ് ചെയ്ത് വെക്കണം, സ്റ്റോറേജ് ആക്കി വെക്കണം. 3. ഡിസ്ട്രിബ്യൂഷൻ. അത് എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് 1. agricultural practices. Till 10,000 BCE, people were nomadic. They were wandering in groups from place to place in search of food and shelter. They ate raw fruits and vegetables and started hunting animals for food. Later, they could cultivate land and produce rice,
wheat and other food crops. Thus was born agriculture. 10,000 BCക്ക് മുൻപ് പീപ്പിളൊക്കെ നൊമാഡിക് ആയിരുന്നു. ദാറ്റ് മീൻസ് പീപ്പിൾ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ സെർച്ച് ഓഫ് വാട്ടർ, ഫുഡ്, ഷെൽട്ടർ എക്സെട്ര. അവർ കഴിച്ചിരുന്നത് വഴിയിൽ കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ആയിരുന്നു. ദെൻ ദേ സ്റ്റാർട്ടഡ് ഹണ്ടിങ് ആനിമൽസ്. അവർ വേട്ടയാടാൻ തുടങ്ങി ഭക്ഷണത്തിനു വേണ്ടി. ബട്ട് ലേറ്റർ ദേ സ്റ്റാർട്ടഡ് കൾട്ടിവേറ്റിംഗ് ലാൻഡ്. അങ്ങനെ അവർ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അവസാനം റൈസും വീറ്റുമൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത്. വെൻ plants of the same kind are cultivated at one place on a large scale, it is called a crop. For example, crop of wheat means that all the plants grown in a field are that of wheat. ലാർജ് പ്ലേസിൽ ഒരേ തരത്തിലുള്ള പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രോപ്പ് ഓഫ് വീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വീറ്റ് മാത്രമായിരിക്കും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. You already know that crops are of different types like cereals, vegetables and fruits. These can be classified on the basis of the season in which they grow. Cereals means ധാന്യങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇൻ വിച്ച് സീസൺ ദേ ആർ ഗ്രോയിങ് എന്ന ബേസിലും ക്ലാസിഫൈ ചെയ്യാം. ഇന്ത്യ ഈസ് എ വാസ്റ്റ് കൺട്രി. The climatic conditions like temperature, humidity and rainfall vary from one region to another. നമുക്കറിയാം ഇന്ത്യ എന്ന വാസ്റ്റ് കൺട്രിയിൽ ക്ലൈമറ്റിക് കണ്ടീഷൻസ് എല്ലായിടത്തും ഒരേപോലെയല്ല. Accordingly, there is a rich variety of crops grown in different parts of the country. Despite this diversity, two broad cropping patterns can be identified. ക്ലൈമറ്റ് വേരിയേഷൻസ് ഉള്ളത് കാരണം എല്ലായിടത്തും ഒരേ ക്രോപ്പല്ല ഗ്രോൺ ചെയ്യുക. എന്നാലും നമുക്ക് 2 ബ്രോഡ് ക്രോപ്പിംഗ് പാറ്റേൺസായി പറയാം. ദീസ് ആർ ഫസ്റ്റ് വൺ ഖാരിഫ് ക്രോപ്സ്. ദ ക്രോപ്സ് വിച്ച് ആർ സോൺ ഇൻ ദ റെയിനി സീസൺ ആർ കോൾഡ് ഖാരിഫ് ക്രോപ്സ്. ദ റെയിനി സീസൺ ഇൻ ഇന്ത്യ ഈസ് ജനറലി ഫ്രം ജൂൺ ടു സെപ്റ്റംബർ. പാഡി, മെയ്സ്, സോയാബീൻ, ഗ്രൗണ്ട്നട്ട് ആൻഡ് കോട്ടൺ ആർ ഖാരിഫ് ക്രോപ്സ്. റെയിനി സീസണിൽ സോൺ ചെയ്യുന്ന ക്രോപ്പിനാണ് ഖാരിഫ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ റെയിനി സീസൺ ജൂൺ ടു സെപ്റ്റംബറിലാണ്. ഇതാണ് ഖാരിഫ് ക്രോപ്സ്. സെക്കൻഡ് വൺ റാബി ക്രോപ്സ്. ദ ക്രോപ്സ് ഗ്രോൺ ഇൻ ദ വിൻ്റർ സീസൺ ഒക്ടോബർ ടു മാർച്ച് ആർ കോൾഡ് റാബി ക്രോപ്സ്. എക്സാമ്പിൾസ് ഓഫ് റാബി ക്രോപ്സ് ആർ വീറ്റ്, gram, pea, mustard and linseed. Besides these, pulses and vegetables are grown during summer at many places. വിൻ്റർ സീസണിൽ വളരുന്ന ക്രോപ്സിനെയാണ് റാബി ക്രോപ്സ് എന്ന് പറയുന്നത്. ഒക്ടോബർ ടു മാർച്ചാണ് ഇതിൻ്റെ സമയം. എക്സാമ്പിൾസ് വീറ്റ്, gram, pea, mustard and linseed. ഇതുകൂടാതെ ചില പൾസസും പച്ചക്കറികളൊക്കെ സമ്മർ സീസണിലും വേറെ കുറേ സ്ഥലത്ത് വളരാറുണ്ട്. I think you all got a clear idea about this topic. I hope you liked today's video. Thank you for watching. Remaining part I will take on next video. Please do subscribe, like and share. Prepare to be written! I'm doing it! Yeah! Some of these! Now let's see how it looks so far.